ഹലോ, നമ്മൾ ഇന്ന് സ്പോക്കൺ അറബിയിൽ 2 മാർക്സ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഫ്രാദുൽ ഉസ്രത്ത് അബ് എന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അഫ്രാദുൽ ഉസ്രത്ത് ഫാമിലി മെമ്പേഴ്സ്. അവിടെ അബ് എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 ആൾക്കാരുടെ പേര് ഏതാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ അഹ് കൊടുക്കുക, മദർ ആൻഡ് ബ്രദർ. ഓക്കെ. ഇനി 17th ക്വസ്റ്റ്യൻ മഷാഇർ മീൻസ് ഫീലിങ്സ്. ഓക്കെ. അവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തിട്ടുള്ളത്? സഈദ്. അപ്പോൾ അതേപോലെയുള്ള 2 എണ്ണം നമ്മൾ എഴുതണം. ഹസീൻ എന്ന് പിന്നെ ഓലിബ് എന്ന് കൊടുക്കുക. ഹസീൻ മീൻസ് സാഡ്, ഓലിബ് മീൻസ് ആംഗ്രി. ഓക്കെ. ഇനി 18th ക്വസ്റ്റ്യനിൽ അതായത് തർത്തീബിയ. അവിടെ എക്സാമ്പിൾ എന്താ കൊടുത്തത്? റാബിയ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറയുന്നത്. റാബിയ മീൻസ് 4. അപ്പോൾ 5ഉം 6ഉം നമ്മൾ എഴുതണം. ഹാമിസ ആൻഡ് സാദിസ. ഓക്കെ. ഇനി 19th ക്വസ്റ്റ്യനിൽ അമാക്കിൻ മീൻസ് എന്താ? പ്ലേസ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് മുത്തഹഫാണ്, മ്യൂസിയമാണ് കൊടുത്തിട്ടുള്ളത്. മുത്തഹഫ് ആൻഡ് ഹദീക, മക്തബ കൊടുക്കുക, ഗാർഡൻ ആൻഡ് ഓഫീസ്. ഓക്കെ. ഇനി 20th ക്വസ്റ്റ്യൻ ഇസ്തിഫ്ഹാം മീൻസ് ക്വസ്റ്റ്യൻ വേർഡ്സ് ആട്ടാ. അപ്പോൾ എക്സാമ്പിൾ അവിടെ ഹല്ല് കൊടുത്തിട്ടുണ്ട്. അതേപോലെയുള്ള 2 ക്വസ്റ്റ്യൻ വേർഡ്സ് ചെയ്താൽ മൻ, മാത. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാട്ടാ? മത്ത, അയിന, ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഏതാ. ഇനി 21th അജ്മൻ അസീലത്തിൽ ആദ്യം താഴെയുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാതാ തമുഹക്ക എന്താ? വാട്ട് ഈസ് യുവർ അംബീഷൻ? അപ്പോൾ നമ്മൾ അതിനെ ആൻസർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തമോഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യണം. തമോഹി എന്ന് പറഞ്ഞാൽ എൻ്റെ അംബീഷൻ തമോഹി അന്നക്കൂന് മുഅല്ലിമൻ അല്ലെങ്കിൽ മുഅല്ലിമത്തൻ. പെണ്ണാണെന്നുണ്ടെങ്കിൽ മുഅല്ലിമത്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ആഗ്രഹം ആരാവാനാണ്? ടീച്ചറാവാനാണ്. ഇനി ബി ക്വസ്റ്റ്യൻ കം റാത്തിബൻ തത്തവോക്യ. അതായത് നിങ്ങളുടെ സാലറി എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? റാത്തിബി ഷഹരി അൽഫ ദിർഹം. ഞാൻ മന്ത്ലി 1000 ദിർഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് 22ാമത്തെ ചോദ്യം റത്തിബുൽ കലിമാത്തിൽ തസബിഹൽ ജുംല എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അതായത് സെൻറ്റൻസ് ഓർഡറിലാക്കാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണുള്ളത്. ഓക്കെ. അപ്പോൾ സത്തുഖദ്ദീം ഉണ്ട്, അല ഉണ്ട്, വജുബത്ത് ഉണ്ട്, മത്ത ഉണ്ട്, ത്വായിറ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം മത്ത എന്നുള്ളത് എന്താ? ക്വസ്റ്റ്യൻ വേർഡാണല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്തായാലും ഫസ്റ്റേ വരുള്ളൂ. അതാദ്യം മൈൻഡിൽ വരിക. ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും സെൻറ്റൻസിൽ ഫസ്റ്റേ വരുള്ളൂ. അപ്പോൾ മത്ത പിന്നെ ഒരു വേർബാണ് വരിക. മത്ത സത്തുഖദ്ദീമുൽ വജുബത്ത് അല ത്വായിറ. അതായത് പ്ലെയിനിൽ എപ്പോഴാണ് ഫുഡ് സെർവ് ചെയ്യാന്നാണ് ചോദ്യം. ഓക്കെ. ബി ക്വസ്റ്റ്യൻ അർസലത്ത് എന്നുണ്ട്, കത്തബത്തുഹ എന്നുണ്ട്, അല്ലത്തി, ലിമൻ, റിസാലത്ത്, ബിൽ അംസി. അതാണ് ക്വസ്റ്റ്യൻ. അതിനെ നമ്മൾ ഓർഡർ ചെയ്യണം. അതിലും ക്വസ്റ്റ്യൻ വേർഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കാം. ലിമൻ അർസലത്ത്, ആർക്കാണ് അയച്ചത്? റിസാല, കത്ത് ആർക്കാണ് അയച്ചത്? അല്ലത്തി കത്തബത്തുഹ ബിൽ അംസ്, ഇന്നലെ എഴുതിയ കത്ത് ആർക്കാണ് അയച്ചത്? അങ്ങനെ വരും സെൻറ്റൻസ് ആക്കുമ്പോൾ. ഓക്കെ. ഇനി 23rd ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഉക്തുബുൽ മഅന ബിൽ ലുഅത്തിൽ അറബിൽ ഫസ്ഹ. കൊളോക്കിയൽ ഫ്രേസസിലോട്ടേക്ക് ചേഞ്ച് ചെയ്യണം. അതാണ് ടാസ്ക്. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. ഷൂ അഖ്ബാർ അൽ അഹ്ല്. കുടുംബക്കാർക്ക് സുഖമാണോ? ഷൂ എന്നുള്ളത് മാ തന്നെ ആട്ടാ, സെയിം മീനിങ് ആണ്. സോ നമുക്ക് അതിനാക്കാം മാ അഖ്ബാർ അൽ അഹ്ല്. ഓക്കെ. ഷൂ എന്നതിൻ്റെ സ്ഥാനത്ത് വെയ്ന, വേഷ് എന്നൊക്കെ ആണെങ്കിൽ, വെയ്ന എന്നാണെങ്കിൽ അയിന എന്നുള്ള കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് വരിക. അണി വേഷ് എന്നാണെങ്കിലും മാ തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ. ബി ക്വസ്റ്റ്യൻ നോക്കാം. മാ ഉലൂമക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വിശേഷം എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിലോട്ടേക്ക് ആക്കണം. മാ അഖ്ബാറക്ക് സെയിം ആണ്. ഉലൂമക്ക് എന്നുള്ളത് ചേഞ്ച് ചെയ്താൽ മതി, അഖ്ബാറക്ക് ആക്കിയാൽ മതി കേട്ടോ. 24th ക്വസ്റ്റ്യൻ നോക്കുക. സൊഹൈഹുൽ അഖ്താ, അതായത് തെറ്റ് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. അൽ മബലു 50 റിയാൽ. അതായത് ഇവിടെ എന്താ തെറ്റുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തിരിയൊന്നുമില്ല. അപ്പോൾ അതിന് ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് 11 മുതൽ 99 വരെയുള്ള അറബിയിലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിന് ശേഷം വരുന്നത് എപ്പോഴും മൻസൂബായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 50 ശേഷമുള്ളത് റിയാലിനാണ്. അത് നമ്മൾ തെറ്റ് ശരിയാക്കൽ എങ്ങനെയാണ്? റിയാലൻ ആക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ബിയിൽ ഹാദാ സ്വദീഖി, ഇതെൻ്റെ ചങ്ങാതിയാണ്. ഇസ്മുഹ നമ്മൾ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യുക അല്ലേ. ഇസ്മുഹ അഹമ്മദ് എന്നാണ്. അപ്പോൾ അവിടെ തെറ്റാണ്. അഹമ്മദ് എന്നുള്ളത് പെണ്ണല്ല, ബോയ് ആണ്. അപ്പോൾ ഇസ്മുഹു എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ. ഇനി 25th അജിബ് അൻ അസീലത്തിൽ ആത്തിയ. അതായത് താഴെയുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഹൽ അന്ത മുതസവ്വിജ്, ആർ യു മാരീഡ്? അപ്പോൾ അതിന് ആൻസർ ഞാൻ അന മുതസവ്വിജ്, യെസ് ഐ ആം മാരീഡ് എന്ന് പറയാം. ഇനി ബി ക്വസ്റ്റ്യൻ മാ റഅയ്ക ഫീ ഷിക്കത്തിൽ ജദീദ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ന്യൂ ഫ്ലാറ്റ്? പുതിയ ഫ്ലാറ്റിനെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം എന്നാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ഷിക്കത്തുൻ ജദീദത്തുൻ റായിഅത്തുൻ വമുരിഹ, ഭംഗിയുള്ളതും കംഫർട്ടബിളുമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 5 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ.
സെക്ഷൻ സിയിൽ നോക്കാം. അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 6 നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ. ലിമാദാ തുരീദുൽ അമലു ഫീ ശരിക്കത്തുന, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അജിബ് കമാ അന്നക മുർഷഹലിൽ വലീഫ, ജോലിക്ക് അപേക്ഷിക്കുന്ന ഒരാളായിട്ട് മറുപടി നൽകുക. അതായത് വലിയ പാരഗ്രാഫിനെ നമ്മൾ എഴുതാൻ നോക്കുക. 5 മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ വലുതാക്കി എഴുതാൻ നോക്കുക. 5 സെൻറ്റൻസ് അതിലുണ്ടാവണം. ഉരീദുൽ അമലു ഫീ ശരിക്കത്തുക്കും വലിയ അന്നഹ ശരിക്കത്തു കബീറത്തും മുംതാസ, നിങ്ങളുടെ കമ്പനി വലിയതും മികച്ചതുമായത് കൊണ്ടാണ് ഞാനിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റൻസ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ മീനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കുക. ഇതിനെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്ര നിങ്ങൾ ആഡ് ചെയ്തോളി. കാരണം വലുതായി കാണുന്നത്ര നമുക്ക് മാർക്ക് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മാക്സിമം നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാൻ നോക്കുക. ഓക്കെ, ഇനി 27ാമത്തെ ചോദ്യം നോക്കാം. കവ്വിൻ ജുംലത്ത് ബി ഇസ്തിഖ്ദാമി അൽഫാദിൽ ആദ്യം. താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, 5 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, 5 മാർക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ പുഷ്പം പോലെ 5 മാർക്ക് നമുക്ക് എടുക്കുക. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് യസ്കുനു എന്നുണ്ട്, യഅ്തഖിദു എന്നുണ്ട്. യസ്കുനു മീൻസ് താമസിക്കുന്നു, യഅ്തഖിദു വിശ്വസിക്കുന്നു, ജിൻസിയ നാഷണാലിറ്റി, യശ്അറു അനുഭവപ്പെടുന്നു, ഖാദിമു മീൻ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ കൊടുക്കുക. ക്വസ്റ്റ്യൻ എന്താ? യസ്കുനു അല്ലേ. അപ്പോൾ യസ്കുനു പറഞ്ഞാൽ താമസിക്കുന്നു. യസ്കുനു അഹമ്മദ് ഫിൽ ബൈത്തി, നമുക്ക് സിമ്പിളായിട്ടുള്ളത് മതി, കൂടുതൽ ടഫാക്കേണ്ട സെൻറ്റൻസ്. ഓക്കെ, യസ്കുനു അഹമ്മദ് ഫിൽ ബൈത്തി, അഹമ്മദ് വീട്ടിൽ താമസിക്കുന്നു. യഅ്തഖിദു അൻ ഇംതിഹാന സഹല, പരീക്ഷ എളുപ്പമാകുന്നു വിശ്വസിക്കുന്നു. ജിൻസിയ മാഹിയ ജിൻസത്തുക എന്ന് ചോദിക്കാം. നിൻ്റെ നാഷണാലിറ്റി ഏതാ ചോദിക്കാം. ഇനി യശ്അറു ബി സഅദ, അവന് സന്തോഷം അനുഭവപ്പെടുന്നു. ഖാദിമു മിൻ ഹുവ ഖാദിമു മിനൽ ഹിന്ദ്, അവൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി 28 നോക്കാം. മത്ലൂബു മുഅല്ലിമുൽ ലുഗത്തിൽ അറബിയ്യ ലതദ്രീസി ഫി കുല്ലിയ അൽ മുഅഹിൽ ഇത്യാജാസ് നെറ്റ് ഉക്തുബു ഫിക്റ തഖദ്ദമു ഫി നഫ്സിക വമുഅഹിലാതുക വഹിവായതുക വറഅബതുക ലിഹാദൽ മൻസബ്. അതായത് കോളേജിൽ പഠിപ്പിക്കാൻ അറബിക് അധ്യാപകൻ ആവശ്യമുണ്ട്. യോഗ്യത നെറ്റ് പാസ്സായിരിക്കണം. നിങ്ങളുടെ പരിചയം, യോഗ്യതകൾ, ഹോബികൾ, ഈ തസ്തികയോടുള്ള താല്പര്യം എന്നിവ ഉൾപ്പെടുത്തി ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ലോണം ലെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. 29ാമത്തെ ചോദ്യം. കവ്വിൻ ഖംസത്തുൽ അസ്ഇല തസ്അലുഹാ ഫി സൂഖി ഒരു ബക്കാല, അതായത് ബക്കാല, ഗ്രോസറി മാർക്കറ്റ്, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റിയ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളല്ലേ, നമ്മൾ ഷോപ്പിൽ പോയി ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ് അങ്ങോട്ട് അറബിയിലോട്ട് കാച്ചുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബിക്കം ഹാദ, ഇതിന് എത്രയാണ് വില? 2. അയിന അറുസ്, അരി എവിടെയാണ്? ഹൽ യൂജുദുൽ ഹലീബ്, പാലുണ്ടോ? ഹൽ ഹുനാക്കൽ ഖസ്മ്, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ഹൽ നഖ്ബലുൽ ബതാഖ, കാർഡ് സ്വീകരിക്കുമോ? ഇത്രയും സിമ്പിളായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എപ്പോഴും സൂക്കന്നെ വരണം എന്നില്ല. ചിലപ്പോൾ മുസ്തഷ്ഫ വരാം, ചിലപ്പോൾ ബാങ്ക് വരാം, അതുപോലെയുള്ള സ്ഥലങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ. 13th ക്വസ്റ്റ്യൻ. ഇക്രാൽ ഫിക്രതോ അജ്ബാസ് അസ്ഇല, പാരഗ്രാഫ് വായിക്കുക, ചോദ്യത്തിന് ഉത്തരം നൽകുക. അവിടെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യുക. പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. സാലിമുൻ തയ്യാർ ദർസ ത്വയ്യറാനി ഫി കുല്യത്ത് ത്വയ്യറാൻ വഹുവ യഅമലു ഫി ശർക്കത്ത് ത്വയ്യറാൻ യദ്ഹബു സാലിം മുബക്കിറൻ ഇല ശരിക്കത്തി യബ്ദഉൽ അമലു സഅതു സാദിസത്തു സബാഹൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. ഞാൻ മീനിങ് പറഞ്ഞുതരാം. സാലിം ഒരു പൈലറ്റാണ്. അവൻ ഏവിയേഷൻ കോളേജിൽ വിമാന പരിശീലനം പഠിച്ചു. അവൻ ഒരു എയർലൈൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സാലിം വേഗത്തിൽ തന്നെ കമ്പനിയിലേക്ക് പോകുന്നു. ജോലി രാവിലെ 6 മണി മുതൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്നു. സാലിം ഒരു ദിവസം 7 മണിക്കൂർ ജോലി ചെയ്യുന്നു. ആഴ്ചയിൽ 5 ദിവസമാണ് ജോലി ചെയ്യുന്നത്. ശനിയും ഞായറുമാണ് അവധി ദിവസങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാ മീനത്തു സാലിം, സാലിമിൻ്റെ ജോലി എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ സാലിം ത്വയ്യാർ, സാലിം പൈലറ്റാണ്. ബി ക്വസ്റ്റ്യൻ. മാതാ ദറസ, അവൻ എന്താ പഠിച്ചത്? ഏവിയേഷൻ ആണല്ലേ. അപ്പോൾ അതിൻ്റെ അറബിയിൽ പറഞ്ഞു ദർസ ത്വയ്യറാൻ ഫി കുല്യത്ത് ത്വയ്യറാൻ. സി ക്വസ്റ്റ്യൻ. അയിന യഅമലു സാലിം, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എയർലൈൻ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അത് വഹുവ യഅമലു ഫി ശരിക്കത്ത് ത്വയ്യറാൻ. ഓക്കെ, ഇതാണ് ആൻസർ. ആൻഡ് ഡി ക്വസ്റ്റ്യൻ. കം സഅത യഅമലു ഫിൽ യൗം, ഒരു ദിവസം എത്ര മണിക്കൂർ ജോബ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആൻസർ യഅമലു സാലിം 7 സഅഅത്ത് ഫിൽ യൗം, ഒരു ദിവസം 7 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ. മത്തൽ ആത്തുലത്ത്, എപ്പോഴാണ് ഹോളിഡേ അല്ലെങ്കിൽ ലീവ് എപ്പോഴാണ്? ഉത്തരത്ത് യൗമ സബത്ത് വയോമൽ അഹദ്, സാറ്റർഡേ സൺഡേ ആണ് ഹോളിഡേ. അപ്പോൾ 31 നോക്കാം. മയ്യിസ് ബൈന മവാദുൽ അദായിയ വഗൈറു അദായിയ, ഫുഡ് ഐറ്റംസ്, നോൺ ഫുഡ് ഐറ്റംസ് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത്
വേർതിരിച്ച് എഴുതണം. ഓക്കെ, മീനിങ് കിട്ടിയാലേ വേർതിരിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്ത് മീനിങ് അതിൻ്റെ ആൻസർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് വായിച്ച് നോക്കുക കേട്ടോ. എക്സാമിന് ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് മീനിങ് അറിയാതെ തെറ്റിക്കണ്ട. അതുകൊണ്ട് വേർഡ്സൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഇനി 32 ക്വസ്റ്റ്യൻ എന്താ? കൗൽ അസ്ഇലതി ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തിൽ ആത്തിയ വല അജൂവത്ത് മുനാസിബ. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. അത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അതിന് പറ്റിയ ആൻസേഴ്സ് നമ്മൾ തന്നെ എഴുതിയും വേണം. ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആൻസേഴ്സും എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ കൈഫ എന്നാണ്. അപ്പോൾ കൈഫ സിമ്പിളാണ്. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യമായി. ഇനി അതിന് ആൻസർ എന്ത് പറയും? അനബി ഹൈർ, അൽഹംദുലില്ലാ അനബി ഹൈർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ഹൽ എന്നാണ്. ഹൽ അൻത ത്വാലിബ്, നീ വിദ്യാർത്ഥിനിയാണോ? അപ്പോൾ ഞാൻ അന ത്വാലിബ്, ഞാൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറയും. ഇനി കം എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചോദിക്കും? കം ഉംറുക്ക. അപ്പോൾ ആൻസർ ഉംരി 20 സന, എനിക്ക് 20 വയസ്സായി. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ മൻ ഹാദ എന്ന് ചോദിക്കുക. ഇതാരാണ്? ഹാദ സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഇനി ലിമാദ, എന്തിന്? അപ്പോൾ ക്വസ്റ്റ്യൻ ലിമാദ തദ്റുസുൽ ലുഅത്തുൽ അറബിയ, നിങ്ങൾ എന്തുകൊണ്ടാണ് അറബിക്ക് പഠിക്കുന്നത്? ലി അന്നഹാ ലുഅത്തുൻ ജമീല, കാരണം അറബിക് ഭാഷ ഭംഗിയുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 5 ചോദ്യം ഉത്തരവാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 33 അക്മിലിൽ ഹിവാർ ബൈന ചോദിക്കുന്നത്, 2 കൂട്ടുകാർ തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റൂല. ഇവിടെ മുകളിലതും താഴത്തതും നോക്കിയിട്ട് രണ്ടിലും കണക്റ്റ് ആവുന്ന റീപ്ലൈ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ഹൽ സതദ്ഹബു ഇലാ ഹഫ്ലത്തിലോ, ഇന്ന് പരിപാടിക്ക് പോകുന്നുണ്ടോ എന്ന് സ്വദീഖ് 1 ചോദിച്ചു. അപ്പോൾ സ്വദീഖ് 2 അവിടെ ബ്ലാങ്ക് ആണ്. ഇനി സ്വദീഖ് 1 ആദ്യം ചോദിക്കുന്നുണ്ട് മാതാ ഹദസ, എന്താ പറ്റിയത്? അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാതാ ഹദസ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ റീപ്ലൈ പോകുന്നില്ല എന്നായിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ എന്താ പറ്റിയെന്ന് ചോദിച്ചത്. അപ്പോൾ സെക്കൻഡിൽ സ്വദീഖ് 2 പറയുന്ന ആൻസർ കൊടുക്കുക, ലൻ അദ്ഹബ്, ഞാൻ പോകുന്നില്ല. അപ്പോൾ സ്വദീഖ് 1 ചോദിക്കുന്നുണ്ട് മാതാ ഹദസ, എന്താ പറ്റുക? ഹൽ അന്ത ഡാഷ്, നീ രോഗിയാണോ എന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഹൽ അന്ത മരീന്ന് ചോദിക്കാം, രോഗിയാണോ. ഇനി സ്വദീഖ് 2 നാം അന മരീദ്, ഞാൻ രോഗിയാണ്. അപ്പോൾ സ്വദീഖ് 1 മാതാ സതഫഅലു ബദലം എന്തായിരിക്കും, അതിന് പകരം നീ ഇപ്പം എന്താ ചെയ്യുക? പരിപാടിക്ക് പോകുന്നില്ല, അതിന് പകരം നീ എന്താ ചെയ്യുക? അപ്പോൾ സ്വദീഖ് 2 പറയും സഅസ്തരീഹു ഫിൽ ബൈത്ത്, ഞാൻ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ സ്വദീഖ് 1 ഇസ്തംതിഅ ബിവഖ്തിക, ശരി നന്നായി വിശ്രമിക്കൂ എന്ന് പറയും. അപ്പോൾ സ്വദീഖ് 2 ശുക്രൻ ജസീൽ, ഇത് ഏതൊരു കോൺവെർസേഷൻ്റെ എൻഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വേർഡാണ് ശുക്രൻ ജസീല, അഫുവൻ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. 34 ക്വസ്റ്റ്യൻ നോക്കുക. ഹാത്തൽ അസ്ഇലത്തുലി അജ്വിബത്തുൽ ആത്തിയ, അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് നമ്മളോട്. എങ്ങനത്തെ ക്വസ്റ്റ്യനാണ്? ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആൻസർ ആദ്യം നോക്കുക. ഫിസാഅത്തി സാബിഅത്തി സ്വബാഹ, മോർണിംഗ് 7 മണിക്ക് എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദിക്കാം നീ എപ്പോഴാണ് ഉണരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കും? എപ്പോൾ, മത്താ തസ്തൈക്കും, നീ എപ്പോഴാണ് ഉണരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ അല്ല, ആൻസർ നോക്കുക. അദ്റുസുൽ ഹൻദസ, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എന്താ പഠിക്കുന്നത് ചോദിക്കുക, മാതാ തദ്റുസു. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ ലി അന്നഹു മുഫീദുൽ സിഹ, അത് ആരോഗ്യത്തിന്, കാരണം അത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അവിടെ ഉത്തരവുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുണ്ടാക്കുക? നീ എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? ലിമാദാ തഫ്അലു റിയാള, ലിമാദാ തഫ്അലു റിയാള മീൻസ് വ്യായാമം. ഓക്കെ, ഡീൻ്റെ ആൻസർ മിനസൂക്ക് എന്നുണ്ട്, കടയിൽ നിന്ന്. അപ്പോൾ എന്തായിരിക്കും? നീ എവിടെ നിന്നാണ് വാങ്ങിയത് നമുക്ക് ചോദിക്കാം. മിൻ ഐന ഇസ്തറൈത ഹാദ, മിൻ ഐന ഇസ്തറൈത ഹാദ. ഇനി ഈൻ്റെ ആൻസർ അഹി കബീർ, ഇതെൻ്റെ മൂത്ത സഹോദരനാണ്. എൻ്റെ മൂത്ത സഹോദരനാണെന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പം ഇതാരാന്ന് ചോദിക്കാം, മൻഹാദ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആൻസർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇതിലൊന്നും മാർക്ക് കളയാൻ പാടില്ല. ഓക്കെ, ഇനി 35 സുൽ മാൽ മാനി ഇംഗ്ലീസിയൽ സ്വഹീഹ, ഇംഗ്ലീഷ് മീനിങ് അവിടെ ഉണ്ട്, മാച്ച് ആയതിനോട് യോജിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ മറത്ത് ഹൽവ എന്താ? റിയലി നൈസ്. അസ്അദുല്ലാഹി യൗമക, ഹാവ് എ നൈസ് ഡേ. ഈശലൂന യൗമക, ഹൗ വാസ് യുവർ ഡേ? ഖുൽനാ നംഷി, ലെറ്റ്സ് ഗോ. അന ജൗആൻ, ഐ ആം ഹംഗ്രി. ഓക്കെ, സിമ്പിളാണ്, പഠിച്ചിട്ട് പോയാൽ സിമ്പിളാണ്. ഇനി 36 ക്വസ്റ്റ്യൻ അജിബ് ബിൽ ലഹ്ജത്തുൽ ആമിയ, മോഡേൺ സ്റ്റാൻഡേർഡ് അറബിയിൽ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ വിഷ് തബഖത്തുൽ യൗം, ഇന്ന് എന്താണ് ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. അപ്പോൾ തബഖത്ത് റസ് വദ്ദജാജ്, കോഴിയും ചോറുമാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഇനി ബി ക്വസ്റ്റ്യൻ ഷൂ മസ്മുൽ യൗം, ഇന്ന്
എന്താ പരിപാടി എന്ന് ചോദിക്കൂലേ, അതാണ് കേട്ടോ. അപ്പോൾ ഖായദ ഫിൽ ബൈത്ത് വീട്ടിലിരിക്കലാണ് പരിപാടി, അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ സി ക്വസ്റ്റ്യൻ വിഷ് റായിക്കൽ ബിൽ മത്താം, റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അൽ മത്താം മറത്ത മുംതാസ്, റെസ്റ്റോറൻറ്റ് ഈസ് വെരി നൈസ് എന്നാണ് ആൻസർ കൊടുക്കുന്നത്. അപ്പം മറത്ത മുംതാസ്. ഇനി ഡി ക്വസ്റ്റ്യൻ ഷൂ തബി തഷ്റബ്, നിനക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത്? അബി അസീർ ബുർത്തുക്കാൻ, എനിക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. ഇനി ഈ ക്വസ്റ്റ്യൻ വീന ബിനൂറുഹ്, ശേഷം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ബിനൂറുഹ് സൂക്ക്, ഞങ്ങൾ മാർക്കറ്റിലോട്ടേക്ക് പോകും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന വേർഡ്സിനെ എടുത്തിട്ട് തുടങ്ങണം നമ്മുടെ ആൻസർ. തബഹത്ത് എന്നുള്ളത് അങ്ങനെ തന്നെ വെച്ച് തുടങ്ങാം. ഇനി 37th ക്വസ്റ്റ്യൻ നോക്കുക. അൽ ഹയാത്ത് ഫിൽ മദീന ഉക്തുബർ അയക്ക, നഗരജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഏതാനാണ് പറയുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പാരഗ്രാഫ് നല്ലോണം നീട്ടി വലിച്ച് ചെയ്താൽ നോക്കുക. ആൻസർ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതിൽ 5 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 5 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം വാരി വലിച്ച് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. താങ്ക് യു ഫോർ വാച്ചിങ്.